Welcome to Kalikishas Let's Talk About Cinema episode number 5. 3, 2, 1 വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. എപ്പിസോഡ് 4. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമയാണ് പൊന്മാൻ. ബേസിലിന്റെ പൊന്മാൻ. ജ്യോതിഷ് ശങ്കർ ഡയറക്റ്റ് ചെയ്ത പൊന്മാൻ, റിട്ടൺ ബൈ ഇന്ദു ഗോപൻ, GR ഇന്ദു ഗോപൻ. നമ്മളിത് ലേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് അറിയാം, കാരണം പൊന്മാനൊക്കെ എല്ലാവരും കണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യണതെല്ലാം സ്പോയിലർ വീഡിയോ ആണ്. ദിസ് ഈസ് സ്പോയിലർ വീഡിയോ. എഴുതി കാണിക്കുന്നതായിരിക്കും. ആരാത്? അരുല. പൊന്മാൻ കഥ തുടങ്ങുന്നത് കൊല്ലത്താണ്. ദൈവന്റെ നാട്. നടക്കുന്നതും കൊല്ലത്താണ്, അത് തീരുന്നതും കൊല്ലത്താണ്. അപ്പോൾ എല്ലാവർക്കും പൊന്മാൻ്റെ കഥ അറിയാം. ഒരു 4-5 ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി, ആ നോവലെ ഒരാളുടെ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ട്രൂ സ്റ്റോറി ആണെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയേണ്ടത്? ജീവൻ ടി കുമാർ പറയൂ. ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. ഇതിൻ്റെ ഡയറക്ടറും ഈ സ്റ്റോറിയിൽ റിയൽ ലൈഫിൽ അറിയാവുന്ന ഒരാളുടെ കഥയാണെന്നാണ് പറയുന്നത്. ഓ വാവ്, ഇറ്റ്സ് എ ഫ്രഷ് ന്യൂസ് ബ്രോ. പക്ഷെ ആളിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. ആള് വന്നു കഴിഞ്ഞാൽ പൈസ ഡയറക്ടർ ലീഡായിട്ട് അഭിനയിച്ച അജേഷ് എന്ന ക്യാരക്ടർ. അതെ, അത് ബേസിൽ അജേഷാണ്. അജേഷ് ഓക്കെ. കഥയുടെ ഓൺലൈൻ എന്ന് വെച്ചാൽ ഓൺലൈനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസൊക്കെയാണ്. കൊല്ലത്ത് സ്ത്രീധനം ഒക്കെ മേടിക്കുന്ന ഈ തെക്കൂട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, സ്ത്രീധനം മേടിക്കല്. അതെ, ഇപ്പോഴും വടക്കോട്ട് സ്ത്രീധനം എന്നല്ല, ഗിഫ്റ്റിന്റെ പേരിലേക്ക് ഓരോന്ന് വാങ്ങിക്കാറുള്ളൂ. മധ്യ കേരളം ഞങ്ങളായിട്ട് ഞങ്ങളുടെ സ്ത്രീധനം കൊടുക്കില്ല, പക്ഷെ ഞങ്ങളുടെ മോക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് ഒരു 10 പേർ സ്വർണ്ണം ഗിഫ്റ്റ് ആണ്. ചെക്കന്റെ വീട്ടുകാര് തെക്ക് ഭാഗത്ത് ചെക്കന്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളായിട്ടൊന്നും ചോദിക്കത്തില്ല, നിങ്ങൾ എന്തെങ്കിലും തന്നാ വേണ്ടെന്ന് പറയത്തുമില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ താങ്കളെന്താ പറഞ്ഞത്? തെക്കില്ലെന്നല്ലേ? തെക്കോട്ട് മാത്രം കാണപ്പെടുന്ന കണ്ണാടി ഉടച്ചിട്ട് പറ. നമ്മള് കഥ ഇനി പറയേണ്ടത്, നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ നല്ല രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കം തൊട്ടേ നമ്മളെ കഥയിനകത്തോട്ട് ഇന്നാക്കേണ്ട രീതിയിൽ, കാരണം ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. 2-3 സീന് വെച്ച് തന്നെ അവരുടെ ആ ഏരിയയും അവരുടെ ആ പ്രശ്നവും കൺവിൻസ് ചെയ്ത്. ആദ്യത്തെ സീന് മറ്റേ ബ്രൂണോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ക്യാരക്ടർ പള്ളിയായിട്ട് അടിയുണ്ടാക്കി. അതുകൊണ്ട് ഇനി പള്ളിക്കാര് വെറുപ്പിച്ച് നടക്കൂല, ഇവന് ജോലിയും കൂലിയില്ലെന്ന് മനസ്സിലായി. അതിൻ്റെ അടുത്ത സീന് പെട്ടെന്ന് തന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് മറ്റേ സ്വർണം വേണമെന്ന് പറയും. സ്വർണം കോറെത്തി. ഇതിന് ശേഷം ജോസഫ് വരുന്നു. ബേസിലേക്ക് ഇൻട്രോ ഒക്കെ ഭയങ്കര സിമ്പിൾ ഇൻട്രോ ആണ്. അത് ആ ക്യാരക്ടറിന്റെ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ക്യാരക്ടറിന്റെ പവർ കാണിക്കുക ഇൻട്രോ ഒന്നും വേണ്ട, അത് ക്യാരക്ടറൈസേഷൻ മതി. ബേസിലത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് ബേസിക്കലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്ന് ആദ്യം എന്തെങ്കിലും കുറെ നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യമേ എന്തൊക്കെയൊന്ന് കാണിച്ചിട്ട് പിന്നെ ഇങ്ങനെ കോമാളിത്തരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുള്ളൂ. പക്ഷെ അതിനെയൊക്കെ അങ്ങോട്ട് വെട്ടിച്ചട്ടി ക്യാരക്ടറിന്റെ ഒരു പവർ അങ്ങോട്ട് കാണിക്കുന്ന ഒരു ഓരോരോ സീനുണ്ട്. ആ കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം സ്വർണം തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി, പൈസ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവന് ആവശ്യം അതെന്താണ് അവൻ നടത്തുക. അവൻ്റെ ഉള്ളിൽ ഭയങ്കര നന്മയുണ്ട്, ഇത് കണ്ടിട്ട്. പക്ഷെ അവൻ്റെ ജോലി അത് ചെയ്ത് ചേർത്തില്ലെങ്കിൽ അവനത് പ്രശ്നമാവുമെന്നറിയാം. ജോലിക്ക് വേണ്ടി എന്തങ്ങ് അറ്റം വരെയും പോവും. അങ്ങനെ ഇവൻ്റെ ഈ കൊച്ചിൻ്റെ അമ്മയുടെ ജോലി എന്തോന്ന് നിനക്കറിയാമോ? ലിജിമോളുടെ അമ്മേരെ, ആ ലിജിമോളുടെ അമ്മയില്ലേ, ലിജോമോളുടെ അമ്മയാണ് ആ കുടുംബം നോക്കണത്. മറ്റേ ജോലിക്കും കുലിക്കൊന്നും പോകൂല. അമ്മയ്ക്ക് എന്താ ജോലി എന്നറിയാമോ? എന്തോന്നു കണ്ടില്ല? ആ പടത്തിൽ ഒരു സീനുണ്ട്, ഇവിടെ അമ്മയുടെ അടുത്ത് വിളിച്ചു കൊടുക്കാൻ പറയും. ഇവിടെ അമ്മ ഒരിടത്തിരുന്ന് പാത്രം കഴിവണമല്ലോ, പണി കണ്ടറിയാമോ? കാറ്ററിങ്ങിന്റെ എന്തോ അവരെ ആ കുടുംബം നോക്കണത് അതൊക്കെ പോലത്തെ ജോലി ചെയ്താണ്. പക്ഷെ അത് ഒരിടത്തും പറയൂല, ഒരു ഒറ്റ സീനിൽ വെച്ച് കാണിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര ഡയറക്ടറിന്റെ ഡീറ്റെയിലിംഗ് ആണ്. അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കുറെ സീനുണ്ട്. ഈ ബിരിയാണി സീനൊക്കെ ഉണ്ട്. അവർക്കൊരു വിഷമാവുമ്പോ കൊണ്ട് കളയാനാണ് അവര് പ്രതീക്ഷിച്ച ആരും വന്നിട്ടില്ല എന്നുള്ളത്. അത് കാണുമ്പോ ബേസിലിനൊരു സങ്കടം തോന്നും. അപ്പോ പുള്ളി ഇനിയിപ്പോ ഇവരെ ഈ അവസ്ഥ മനസ്സിലായി. ആ ബിരിയാണി കൊണ്ട് കളഞ്ഞപ്പോഴേ അവന് മനസ്സിലായി, അയ്യോ ഇവര് വിചാരിച്ച പോലെ നടന്നില്ല. പക്ഷെ ഈ സ്വർണം കൊണ്ടുപോയില്ലെങ്കിൽ അവനെ പിടിച്ചിട്ട് ഇടിക്കാൻ അവന്റെ മുതലാളിയും ടീംസും ഉണ്ട്. അങ്ങനെ ബാക്കി പറ. പരിതാപകരമായ സിറ്റുവേഷൻ ആണ് പുള്ളിയുടെ. അത് പിന്നെ അതുവരെ നമ്മൾ ആ പുള്ളിയുടെ ആ ഒരു ലൈഫ് കാണിക്കുന്നത് വരെ നമ്മൾ പുള്ളി ബേസിലൊരു വില്ലനാന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടോണ്ട്. അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ആക്ച്വലി അവരെ കൂടെ നിൽക്കണോ അതോ അവർക്കെതിരെ പറയണോന്നും മനസ്സിലാവില്ല. സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ വില്ലൻ. സിറ്റുവേഷൻ ആണ് അവിടുത്തെ വില്ലൻ. ബ്രൂണോയും വിചാരിച്ച് പാർട്ടിക്കാർ ചെയ്യുന്ന അതൊരു അടിയാണ് അവന്. പിന്നെ ന്യായീകരിക്കാൻ
ഈ ട്രെയിലർ കാണുന്നത് ബ്രൂണോ ഇങ്ങനെ ആക്കിയിട്ട് കയറുമല്ല, ഇങ്ങനെ കാണിക്കും. ഞാൻ വിചാരിച്ചു ബേസിലിനെ കൊല്ലാൻ വേണ്ടിയാണ്. സീനൊക്കെ എന്തൊരു സീനടി, മണ്ടേ കയറി ലാൽ സലാം പക്ക ഡാർക്ക് കോമഡി ഐറ്റം. പിന്നെ എന്റെ അച്ഛായിരിക്കണം വേണ്ടത്. അവിടുന്ന് വിളിച്ച് താഴെ ഇറക്കുന്നു. പിന്നെ ഒരു പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. അയ്യോ ക്യാരക്ടറാടാ ക്യാരക്ടർ. ഇവിടെ വിചാരിച്ച ലക്ഷ്യങ്ങൾ വരും. ശരിയാണ്, പുള്ളിയെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് നമുക്ക് പിന്നുള്ള സീൻ കാണാൻ പറയും. മനസ്സിലാവും. ഇത് വില്ലെന്ന് പറഞ്ഞാൽ അമ്പാൽ. പുള്ളിയുടെ ഒരു സൈഡ് നോക്കിയാൽ പുള്ളിയും പറയണത് എന്തോന്ന്, പുള്ളിക്കൊരു ന്യായീകരണമുണ്ട്. എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കണം, എനിക്ക് മൂത്ത പെങ്ങളെ കെട്ടി. അവിടെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം നടക്കും. ആ ഒരു മെന്റൽ സ്റ്റേജ് പുള്ളിക്കുണ്ട്. അപ്പൊ പുള്ളിക്ക് ഈ സ്വർണം കിട്ടി, അതുകൊണ്ട് പുള്ളി വിട്ടുകൊടുക്കൂലെന്ന് പറയും. പക്ഷെ പുള്ളിക്ക് ഒരു കാട്ടുമൃഗത്തിന്റെ ഒരു സ്വഭാവമാണ്, ആനിമലിനെ പോലെ. അപ്പൊ അവനെ ബേസിൽ തോൽപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നൂല എങ്ങനെ തോൽപ്പിക്കാൻ. ഒരു ഭീമാകാരം അടിച്ചു തോൽപ്പിക്കാൻ പറ്റൂല. അതിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കുറെ കാര്യങ്ങൾ. പിന്നെ അതാണെങ്കിൽ തോക്കും, അതാണ് കയ്യടി അറിയിക്കുന്ന ഒരു സീനാണ്. പ്ലേസിൽ പോയിട്ടാണ് മറ്റേ ബേസിൽ ജോസഫ് ചെയ്യണത്. ഞാൻ കല്ലിന്റെ ഓർത്ത് എന്റെ കുത്തിന് പിടിച്ചു, നീ സ്വഭാവത്തെ എന്റെ കുത്തിന് പിടിച്ചു. അവിടെ കുത്തിയിട്ടും ബേസിലിന് ഒരു സാധനമുണ്ട്. പേടിച്ചോടാനോ അല്ലെങ്കിൽ തിരിച്ചടിക്കാനോ ഒന്നും നിൽക്കത്തില്ല. അതിനെ പറ്റൂലെന്ന് അവനറിയാം. നീ എന്റെ മുന്നിൽ തോറ്റ്, അത് മതി. നീ എന്റെ മാനസികമായിട്ടങ്ങ് എല്ലാം അവന്റെ കളി. മറ്റേ അവിടെ കൊണ്ട് മറ്റേ എന്തോന്ന് ചെമ്മീൻ കടയിൽ അവിടെ പോണത് അവന്റെ വായിന് കിട്ടാൻ വേണ്ടി, എന്റെ മക്കളെ പോലെ നോക്കണേന്ന്. അതാണ് അവന്റെ ബിഗ് പോയിന്റ്. ഈ ബിഗ് പോയിന്റ് വെട്ടുവാണെങ്കിൽ എല്ലാരും പറയുന്നു അവന് വെള്ളം അടിക്കുക, ഒരു ആംബിയൻസ് ഒരു വെള്ളം അടി തന്നെയുള്ളു. പക്ഷെ അവന്റെ വീക്ക് പോയിന്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവനെ ആ പിള്ളേർ അടിച്ചെന്തിനാ വീക്ക് പോയിന്റ്. ആ വീക്ക് പോയിന്റ് ശരിക്കും ട്രൂ ആണോ എന്ന് കൺഫേം ചെയ്യാനാണ് ആംബിയൻസിലേക്ക് അവിടെ പോയിട്ട് അവനെ മനസ്സിലായി. രണ്ടോടത്ത് വർക്കൊന്നും സമ്മതിക്കൂല. അപ്പൊ മനസ്സിലായി ഇത് തൊട്ടാ അവന് പൊള്ളും. അത് വെച്ചിട്ട് ലൈക്ക് സ്ട്രേഞ്ചേഴ്സ് വന്നാലേ അടിക്കും. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഒരാൾ വന്നാലും അടിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടിൽ അവിടെ ചെന്നത് ചോദിച്ചപ്പോഴത്തേക്കും പോടാ വിട്ടുപോടാ. ഒരാളടുത്ത് ഏറ്റവും സിമ്പതി ആയിട്ട് തോന്നുന്നത് അയാളെ മുഖം കാണിക്കേണ്ട, ഒരു വീടിന്റെ ടാർപ്പ ഷീറ്റ് കാണിച്ചാൽ മതി എന്ന് എനിക്ക് മനസ്സിലായി. ഈ പൊന്മാ കണ്ടപ്പോഴാണ് ഈ സത്യം പറയല്ലേ, ഇവനെ കരച്ചിൽ വന്നു ആ വീട് കാണിക്കണത്. ബേസിലെ വീട് കാണിച്ചിട്ട് ആ അമ്മ വന്നിങ്ങനെ ടാർപ്പ ഇങ്ങനെ നോക്കും. ഇന്ന് ഗതികെട്ട വീട്ടിൽ കിടക്കണവനാ. പക്ഷെ അവൻ എന്നിട്ട് വിട്ടു കൊടുക്കണില്ല. ഇത്രയും സ്വർണം വേണമെങ്കിൽ ഇവൻ അടിച്ചോണ്ട് പോവാം സിമ്പിളായിട്ട്. അവന്റെ ഒരു ക്യാരക്ടർ പിടിച്ചു വെച്ചിരിക്കുന്നു നാട്ടിലും. ആ വീട് കാണിക്കുന്ന സമയത്ത് ബേസിൽ എവിടാന്ന് ആർക്കും അറിയത്തില്ല. അപ്പോ നമുക്കുണ്ടാവുന്ന ഒരു അധികമായൊരു വിഷമോ, നമുക്ക് വിഷമോ. അയ്യോ, നമ്മൾ തന്നെ ആലോചിക്കും അവൻ തിരിച്ചു വരണം, ഇങ്ങനെ തിരിച്ചു വരണം എന്ന കഥ കൂടിയാണെന്ന് പറയുമ്പോ വിഷമാവും. അത്ര എന്ന് വെച്ചാൽ അത്രയും ഗതികെട്ട വീട്ടിൽ കിടക്കണം. അവന്റെ പെങ്ങൾക്ക് പോലും കല്യാണം കഴിച്ചിട്ടില്ല. അവ എന്നിട്ടും മറ്റുള്ള ജോലിയോടുള്ള ആത്മാർത്ഥത, നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉണ്ടത് തിരിച്ചു വന്നു. ഭയങ്കര സംഭവം തന്നെ. പിന്നെ ലിജോമോളൊരു സീനുണ്ട് ക്ലൈമാക്സിൽ. ഇവര് പ്രേമത്തിലാണെന്ന് നമ്മളെ ഡയലോഗിലൂടെ ഒന്ന് ഞാൻ നിന്നെ പ്രേമിക്കുകയാണെന്നൊന്നും പറയൂല. നിനക്ക് ചെളി പറ്റാതെ നോക്കിക്കോ, ഒന്ന് പറ്റിയ നിനക്കെന്താ. അപ്പോൾ നമുക്കറിയാം രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്. ലാസ്റ്റ് പോകാൻ നേരത്തും ചോദിക്കും പോരുന്നു എന്റെ കൂടെ എന്ന് ചോദിക്കുന്നതിന് കൊല്ലത്തേക്കാ പോണ നീ പറഞ്ഞ. ആദ്യം അവൻ ചേച്ചിയെന്നാണ് വിളിച്ചത്. പ്രേമത്തിനെ കണ്ടില്ല നോക്കില്ല പ്രായമില്ല. അത് നെക്സ്റ്റ് എന്താ പറയുന്നത്, ആ ലാസ്റ്റത്തെ സ്റ്റണ്ട് ചെമ്മീന്റെ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവ എങ്ങനെ തോപ്പിക്കുമെന്ന് തന്നെ എനിക്കറിയായിരുന്നു. പക്ഷെ നീ എന്നെ കൈ കൊണ്ട് തരുവടാ, ഇവ എന്ത് ചെയ്യാൻ പോണത്. ഇതുവേ ഒരു തമിഴ് പടമായിരുന്നെങ്കിൽ നായകൻ അവിടുന്ന് ശ്വാസമൊക്കെ വിട്ട് പൊടിയൊക്കെ പറത്ത് എണീറ്റ് വന്ന് ചോരയൊക്കെ ഒലിപ്പിച്ച് കയ്യിൽ നല്ലൊരു ഇരുമ്പ് വടിയായിട്ട് വന്ന് അടിച്ചിടുന്നു. പക്ഷെ ബേസിലെ കൊണ്ടത് പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷെ ആ ക്യാരക്ടറിന് പവർ, പേടിച്ചോടലും അത് സേവ് ചെയ്യുന്ന രീതി, അവിടെ ഇരുത്തി ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കൊരിക്കലും ഇതൊരു വീക്ക് ക്യാരക്ടർ ഒന്നും തോന്നിയില്ല. ഇല്ല ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റിയാണ് അവിടെ വലുതായത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ ബാഹുബലിയുടെ ഇന്റർവെൽ ഉണ്ടല്ലോ, അന്നേരം മറ്റേ പ്രതിമ നോക്കി വയ്ക്കുമ്പോൾ തൊട്ട് ബാക്കിൽ മഹേന്ദ്ര ബാഹുബലിയുടെ പ്രതിമ വരത്തില്ല, അതുപോലത്തെ ഒരു ഫീലായിരുന്നു. ആ പുള്ളിയുടെ ഓരോ ക്യാരക്ടറിന്റെ ആ ഒരു പവർ നമുക്ക് എടുത്ത് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ഡീറ്റെയിലിംഗ് ഉള്ള നല്ല ഡീറ്റെയിലിംഗ്. അത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 1 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സ്പൂൺ ഫീഡിങ്ങിലേക്ക് പോകും. പക്ഷെ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് പിടിച്ച് നല്ല മെനക്കെട്ട് തന്നെ പരിപാടി പിടിച്ചിട്ടുണ്ട്. ഇത്രയും ഗതി കിട്ടുകയാണെങ്കിൽ പുള്ളി പറയുന്നത് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കണം, ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അല്ലാതെ ഇല്ലാത്ത സമയത്ത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കണം, ഇല്ലാത്ത സമയത്ത് അത് വിട്ടേക്കണമെന്നില്ല. ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം, ഫൈറ്റ് ചെയ്തേ പറ്റൂ. എല്ലാവർക്കും അവരുടെ ഇതുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നിൽക്കണവരും ഒരു പോയിന്റ് ഉണ്ട്. ഇവൻ പറയും നീ എന്റെ കൂടെ വരേണ്ടത്, എന്റെ കൂടെ വന്ന് എന്നെ പ്രശ്നമെന്ന് ഇവൻ പറയും. ആര്
ബേസിൽ പറയും. ശരിട്ടാ, അവൻ ആ പടത്തില് ബ്രൂണോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവനെ കൂടെ സ്ഥലമില്ലെന്ന് പറയുമ്പോ വന്ന് കയറി വെള്ളം അടിക്കും. പിന്നെ ഇവന്റെ ബിവറേജിൽ ഇവനൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്, പോയി എന്ത് ക്യാരക്ടറാണെന്നാണ് ആലോചിക്കുന്നത്. എന്ത് മനുഷ്യനാണത്. അയാൾക്ക് ചതിച്ചവന്മാരെ അയാൾ കൂടെ നിർത്തി നോക്കണം. അതൊരു പോയിന്റ് പറയുന്നുണ്ട്, എടാ നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ സ്വർണ്ണം അവളുടെ കയ്യില്ല, അല്ലാതെ നീ ആര് നിന്നെ കൊണ്ടൊന്നും. ബ്രോ മറ്റേ ആംബ്രോ എന്ന് പറഞ്ഞ വന്ന് ഇവൻ അടിക്കുമല്ല, ഇവൻ അടിക്കാൻ പറഞ്ഞു ഇവനാണ് എന്റെ സ്വർണ്ണം എടുത്തോണ്ട് പോയെന്ന് പറയായിരുന്നു, പറഞ്ഞില്ല. പിന്നെ ബേസിലും അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവും, അതായത് സിറ്റുവേഷൻ ആണ് അവനാ പിന്നെ അവൻ പറഞ്ഞില്ലേ മറ്റേ ബിരിയാണി കൊണ്ട് കടത്തിട്ട് ഇവൻ അമ്മ ആണെങ്കിൽ സ്നേഹം, അവന്റെ കണ്ണൊക്കെ നിറയും. അവനൊരു ഫാമിലി, ഒരു അമ്മയും ഒരു പെങ്ങളൊക്കെ ഇല്ലേ. എനിക്ക് ആ സീനില് മറ്റേ ഇവനാ വീറുപ്പി എടുത്ത് ആ ജനല് പൊട്ടിക്കാൻ വേണ്ടി വരുന്ന ഒരു സീൻ, നേരത്തെ ഒരു ആ മൃഗം എന്ന് പറയുന്ന സാധനത്തിന് അവിടെ നമുക്ക് കിട്ടും. അതല്ല, അവന്റെ അമ്മ അന്നേരം, അവന്റെ അല്ല വിജയമോളുടെ അമ്മ അന്നേരം കയറി വന്ന് തടയും. ലൈക്ക് ശിവാസ് ഒരു എന്താണ് പ്രശ്നമൊന്നും ഉണ്ടാകരുതേന്ന് പറഞ്ഞ അവിടെ കാവല് നിൽക്കുന്നത് പോലെ ബാക്കിൽ ബ്രൂണോ കിടന്ന് ഉറങ്ങുന്നു. ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ. മാപ്പില്ല ബ്രൂണോയ്ക്ക് മാപ്പെന്ന് പറയുന്ന സാധനമില്ല. എന്നാലും ഫുള്ളി അങ്ങ് നെഗറ്റീവ് ആക്കണ്ടെന്ന് വിചാരിച്ച ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും നീ വിട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാം. സത്യം പറഞ്ഞാൽ പൊന്മാൻ ഒരു നല്ല ഒരു മോട്ടിവേഷൻ പടമാണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഞാൻ പറഞ്ഞില്ലേ സിനിമ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായി പടം. പിന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ സംസാരിക്കാനും നല്ല തോന്നാൻ രീതിയിൽ ഒരു ആഹ്ലാദം ഉണ്ടാക്കാനതും ഒരു സിമ്പിൾ മോട്ടിവേഷൻ പടം. പിന്നെ ഇന്ദുഗോപന്റെ വിലായത്ത് പുതു വരുന്നുണ്ട്. ഇന്ദുഗോപന്റെ കാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞ കാര്യമില്ല. എല്ലാവർക്കും എല്ലാ പടങ്ങളും എല്ലാവർക്കും നന്നായിരിക്കും എന്നൊന്നുമില്ല. വേറൊരു പടം ഉണ്ടായിരുന്നില്ല, കുറെ പടമുണ്ട്. പിന്നെ പകുതിയും ബുക്കിലുള്ളതല്ല ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളതെന്ന് വേറെ രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതില് ആദ്യം ഞാൻ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സത്യം, ഞാനും വിചാരിച്ച് ആദ്യമേ എന്റെ മനസ്സിലൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സ്വർണ്ണമായിട്ട് വരുന്നു, ഇവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഗ്യാങ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു, അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ഇല്ലാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും, സുഖമില്ലാത്ത ക്യാരക്ടറൊക്കെ പോസ്റ്റർ അങ്ങനത്തെ ഒരു പോസ്റ്റർ ആയിരുന്നു. അങ്ങനത്തെ പോസ്റ്റർ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിറങ്ങിയപ്പോൾ ഒരു മനസ്സിനൊരു സുഖമുണ്ട്. അങ്ങനെ ടീച്ചർ തൊട്ട് അങ്ങോട്ട് ഒരു പടത്തിന്റെ ഒരു ക്യാരക്ടർ ഒരു പ്രതീക്ഷ. ഇവരെല്ലാം ഓഡിയൻസ് കണ്ടതിന് ശേഷം കൊള്ളാന്ന് പറയുമ്പോഴാണ് അവർ കാണാൻ തോന്നുന്നത്. പിന്നെ അത് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ പൊന്നു, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു സിനിമ കാണണം കുറച്ച് നേരത്തേക്ക് അത് മറക്കാൻ പറ്റിയ അത് അടിപൊളിയാണ്. എനിക്കതുപോലെയാണ് ഈ സിനിമ. നമ്മൾ ആ വേൾഡിലങ്ങ് എൻ്ററായി. പിന്നെ ഈ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക ഒരു മോട്ടിവേഷൻ കിട്ടിയ പോലെയാണ് ഈ പടം കണ്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പൊന്മാനെ കുറിച്ച് എനിക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും തനിക്കൊക്കെ പറയണോ? എല്ലാവരുടെയും പെർഫോമൻസ് ബെറ്റർ ആയിരുന്നു. പിന്നെ അധികമാരും പറഞ്ഞു കേൾക്കാത്തൊരു സാധനമാണ്, പക്ഷെ എന്നാലും മെൻഷൻ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് മ്യൂസിക്. മ്യൂസിക് കൊള്ളാം. എസ്പെഷ്യലി ആ പക എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ഒരു നല്ല ഡെപ്തിൽ പോകുന്നൊരു സോങ്. അത് എല്ലാ പാട്ടും കൊള്ളാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കാറിനെക്കാട്ടി ആ പടത്തിൽ മ്യൂസിക് ആണ്, പാട്ടുകളാണ് അതിനകത്ത് മ്യൂസ് ചെയ്യുന്നത്. ദെൻ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത് പിന്നെ പറയണ്ടല്ലോ, ജ്യോതിഷ് ശങ്കർ ഓൾറെഡി ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു. പിന്നെ ഇതിൽ ഒരു ഇൻഫർമേഷൻ പറയാം, കൊല്ലത്ത് ശരിക്കും അങ്ങനെ ഒരു സ്ഥലമുണ്ട്, തലവെട്ടിച്ചിറന്നല്ല വേറൊരു സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, എന്നാൽ ഇവന് അടി കിട്ടും. സ്ഥലത്തിന് വേറെ അങ്ങനെ ആ സ്ഥലത്തേക്ക് പോകാൻ ഒറ്റ റോഡേ ഉള്ളൂ. ഈ സിനിമയിൽ പറയുന്ന പോലെ ആംബിയൻസ് ആണ് അവിടെ പോയിട്ടുള്ള മിക്കവരും പറഞ്ഞിട്ടുള്ളത്. അവിടത്തേക്ക് ഇല്ല പറയുന്നില്ല, നാളെ എനിക്ക് ഒന്നുമില്ല, നിങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ഒരുവിധം നോർമലായി. ഓക്കെ, നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ വലിയ വയലൻസിലേക്കൊന്നും പോകാത്ത രീതിയിൽ അങ്ങോട്ട് പോകുമോ. എന്നാലും ഒരു പേടിയാണ്, സ്റ്റിൽ ഒരു സെക്യൂർഡ് ഇത്രേ പറയാനുള്ളൂ. ആ സ്ഥലത്തേക്ക് കയറുമ്പോൾ ഒരു പോലീസ് വണ്ടി അവിടെ കത്തിക്കരിഞ്ഞ് കിടപ്പുണ്ട്, ഇപ്പോഴും അത് അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. മാപ്പിലൊക്കെ കാണുമായിരിക്കും, അത് എടുക്കാൻ ഇപ്പോൾ ആ സ്ഥലത്ത് കയറിപ്പോണ്ടല്ലോ, സാറ്റലൈറ്റ് വേലി ചെയ്ത്. എന്തായാലും അങ്ങനൊരു സ്ഥലമുണ്ട്, കുറച്ചുകൂടെ ട്രൂ സ്റ്റോറിയാണ്. ശരി, എന്നാ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. സുഭാഷേ അത് പോയി പിന്നെ ഒരു വലിയ കാര്യം പറയാനുണ്ട്, നമ്മളൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. നല്ല കുട്ടി, പറയൂ അതിനെ കുറിച്ച്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പ്രതീക്ഷിച്ചതിനൊക്കെ കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ വ്യൂസ് അല്ല, അതിൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുത്തിയത് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറിക്കാണ്.
നമ്മൾ ഈ വർഷം തന്നെ 2 സിനിമ നടത്തും. പറഞ്ഞു ഞാൻ നടത്തും. ഇല്ലെങ്കിൽ എല്ലാവരും നമ്മൾ നോക്കും. അപ്പോൾ താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണണം കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യണേ. ഇൻസ്റ്റ ഐ ഡി കൊടുത്തു. അപ്പോൾ നമ്മൾ കാലിക്കിഷ് എന്ന പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.